ഉണ്ണികളെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ ഒരു ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് വന്നത്. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം തൊട്ട് പി സി തോമസ് സാറുടെ പോകുന്ന സമയം തൊട്ട് തന്നെ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഒരു യൗവനകാലം ആരംഭിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജീസസ് യൂത്തിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ജീസസ് യൂത്ത് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, അവിടെ മക്കളെ കൂടുതൽ സ്വീകരിക്കുന്നതും അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. തുടർന്ന് മറ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ പോയപ്പോഴെല്ലാം നമ്മൾ കാണുന്ന കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെയാണ്, ജീവനോട് തുറവിലുള്ളവരാണ് പൊതുവെ എല്ലാ ജീസസ് യൂത്തും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഈ ഒരു അനുഭവം ലഭിച്ചു. 2011 ഞങ്ങളുടെ വിവാഹം 2011 നവംബർ 27 ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. അപ്പോൾ അന്ന് വിവാഹത്തിൻ്റെ കെട്ടുകുർബാന ചെയ്ത അച്ഛനായിരുന്നു. അച്ഛൻ അന്ന് കുർബാനയുടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ അച്ഛൻ ലോഫ് എന്നൊരു സംവിധാനത്തിലേക്ക് അച്ഛൻ ക്ഷണിച്ചു. 2012 ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ മിക്ക കുടുംബങ്ങൾക്കും അന്ന് 4-5 മക്കളുണ്ടായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 2013 ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിക്കണേ. അപ്പോൾ അന്ന സമയത്ത് അവർക്ക് 5 മക്കളുണ്ട്, പലർക്കും 6 മക്കളായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ പലർക്കും 8 മക്കൾ, 7 മക്കൾ, 9 മക്കളുള്ള കുടുംബങ്ങൾ വരെയുണ്ട്. അപ്പോൾ അവരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ ഈ ഒരു സംവിധാനം ബന്ധപ്പെട്ട് കുട്ടികളെ അതായത് പ്രസവം നിർത്താനുള്ള ഒരു കാര്യം നമുക്കില്ല, പ്രസവം നിർത്താൻ പാടില്ല ഈ മൂമെൻറ്റിൽ. അതുകൊണ്ട് പിന്നെ നമ്മൾ ദൈവം തരുന്നത് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ പലപ്പോഴും ചർച്ചാ വിഷയമാകുന്നത് കുട്ടികളുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ച് ചർച്ചാ വിഷയമാകുമ്പം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ദാനമായിട്ട് അവർ സ്വീകരിക്കാൻ കാരണമായതുകൊണ്ടാണ് എനിക്ക് ഈ ഭൂമി കാണാൻ സാധിച്ചത്. അപ്പം എനിക്ക് അത് ജനിക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ എൻ്റെ ഉദരത്തിലൂടെ ഒരു കുഞ്ഞിനും പിറക്കാനുള്ള അവകാശമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനായിട്ട് ഒരിക്കലും എനിക്ക് സാധിക്കില്ല. ദൈവം മക്കളെ തന്നാൽ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ 4ാമതൊരു ഉണ്ണി ഉണ്ടായപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു അതിനു വേണ്ടി. അപ്പോൾ ഉണ്ണി ഉണ്ടായപ്പോൾ തന്നെ അത് സന്തോഷപൂർവ്വം ഉൾക്കൊള്ളാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ നമ്മൾ 4 മക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തികം ഒരു പ്രതിബന്ധം തന്നെയാണ്. കാരണം മക്കൾ പഠിക്കുന്നത് നല്ല സ്കൂളുകളിലാവുമ്പോൾ സ്കൂൾ ഫീസാണെങ്കിലും വാടക ഫീസാണെങ്കിലും അതുപോലെ കുട്ടികളുടെ വണ്ടികളുടെ റെൻ്റാണെങ്കിലും നമുക്ക് വലിയൊരു എമൗണ്ട് ആക്ച്വലി വരുന്നുണ്ട്. അപ്പം അത് ആക്ച്വലി സാമ്പത്തികമായിട്ടുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മൾ ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് മാത്രമേ ഇതിന് വഴിയുള്ളൂ. ഒരു കുട്ടിയാണെങ്കിലും 10 കുട്ടിയാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം നമ്മൾ എത്ര തന്നെ കുട്ടികൾ നോക്കിയെന്ന് പറഞ്ഞാലും ദൈവമാണ് കുട്ടികളെ തരുന്നത്. ഇതുവരെയും ഞങ്ങൾക്ക് 4 മക്കളുടെ കാര്യത്തിലായിരുന്നു. ഇപ്പോൾ 2 മക്കളുണ്ടായതിനു ശേഷം 3ാമത്തെ ഉണ്ണി അന്ന ജനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കൊറോണയുടെ സമയമായിരുന്നു. അപ്പോൾ സിത്താരേടിനെ സംബന്ധിച്ച് ജോലിയിൽ ഭയങ്കര സ്ട്രഗിളാണ്. എൻ്റെ ജോലിയാണെങ്കിൽ സ്ഥിരപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആകുലതയായിരുന്നു. 3ാമത്തെ ഉണ്ണിയുണ്ട്, കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഇത്രയും നാളായിട്ടും ദൈവത്തിൻ്റെ ഒരു പരിപാലന എല്ലാ സമയവും ഇപ്പോൾ അവരെ വളർത്തുന്ന കാര്യത്തിലായാലും അസുഖം വന്ന് ഹോസ്പിറ്റലുകൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. ഇതുവരെയും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് ഇടവരുത്തിയിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു താങ്ങും തണലും തമ്പുരാൻ്റെ എപ്പോഴും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, ആവേ മരിയ കന്യാമാതാമേ. നമ്മളവർ കുറച്ച് കാലത്തേക്ക് നമ്മളവരെ ശരിക്കും പറഞ്ഞ കസ്റ്റോഡിയൻസ് മാത്രമാണ്, കുട്ടികളുടെ രക്ഷാകർത്താക്കൾ മാത്രം നമ്മൾ. കാരണം അവരെ ഈ ലോകത്ത് അവർ വരുമ്പോൾ അവരെ നമ്മൾ പരിപാലിക്കുന്നു, അവരെ നമ്മൾ കാര്യസ്ഥൻ്റെ ഒരു റോള് മാത്രമേ ആക്ച്വലി പേരൻസിനുള്ളൂ. ബാക്കിയെല്ലാം ദൈവം നിശ്ചയിക്കുന്നത് പോലെയാണ്. ഒരു കുട്ടി എങ്ങനെ ജനിക്കണമെന്നും ഒരു കുട്ടി എങ്ങനെ മരിക്കണമെന്നും ദൈവമാണ് തീരുമാനിക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിന് ഏത് കാലഘട്ടങ്ങളിലും എങ്ങനെ പോകണമെന്നുള്ള തിരക്കഥ പോലും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഇതെല്ലാം ദൈവം എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിൽ സാമ്പത്തിക പ്രശ്നമല്ല, ദൈവമാണ് നമുക്ക് തരുന്നത്, അയാൾ ദൈവം നമുക്ക് തരും. പക്ഷെ സാമ്പത്തികം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ലൗകികമായി ചിന്തിക്കുമ്പോഴാണെങ്കിലും ആത്മീയമായി ചിന്തിക്കുമ്പോഴാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യം നമുക്ക് വേണം, പക്ഷെ അതിനുള്ള ദൈവം നമുക്ക് തരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം.
നമ്മൾ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം ചില സമയങ്ങളിലൊക്കെ എങ്ങനെ ഫീസ് അടയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ച് പോയ സമയങ്ങളൊക്കെ ഉണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ടൈറ്റ് വരും. കാരണം ഫീസിൻ്റെ നമ്മൾ 3 ഗഡുകൾ അടയ്ക്കണേ. അപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല. പക്ഷെ എങ്കിലും നമുക്ക് ദൈവം ആ സമയത്ത് ദൈവം നമുക്ക് തരും. ഇപ്പോൾ ഏലിയായിക്ക് കർത്താവ് കാക്കയിലൂടെ അപ്പം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യം ദൈവം തന്നതുകൊണ്ടും ദൈവത്തിൻ്റെ ആയതുകൊണ്ടും ദൈവം തരിക തന്നെ ചെയ്യും. കാരണം നമ്മളത് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിലും ദൈവമാണ് തന്നതുള്ളതുകൊണ്ട് ദൈവത്തിന് തരാണ്ടിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിന് മോശമാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആൾ ജെന്റിൽമാനായ കാരണം നമ്മുടെ കാര്യങ്ങളിൽ ആൾ ജെന്റിലായിട്ട് പ്രവർത്തിക്കും. അത് തന്നെയാണ് ഇത്രയും കാലം നമ്മുടെ ജീവിതം സംഭവിച്ചിരിക്കുന്നത്.